ഈ മൊഡാൾ ദുപ്പട്ട കണ്ടോ, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടൊരു ഐറ്റം ആയിരുന്നു ഇത്. കുറേ നാളായി നമ്മളിപ്പോഴാണ് റീസ്റ്റോക്ക് ചെയ്തത്. ഒത്തിരി പേര് പറഞ്ഞത് ഐറ്റം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര കംഫർട്ടബിളാണ്. ഇത് കുറേ പേര് എടുത്തിട്ടുണ്ടാവും, മുമ്പൊക്കെ എടുത്തിട്ടുണ്ടാവും. കുറേ നാളായി ഇപ്പോൾ നമ്മൾ ചെയ്തിട്ട് റീസ്റ്റോക്ക് പറഞ്ഞിരുന്ന ഡിഫറെൻറ്റ് പ്രിൻറ്റുകളിലാണ് വന്നേക്കുന്നത്. ഈ ഫാബ്രിക്കിൻ്റെ ക്ലോസപ്പ് നിങ്ങൾക്കത് ഫീൽ ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ടച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീൽ. അത്രയ്ക്ക് കൂളാണ്, ഭയങ്കര ക്ലാസ്സിയാണ്, പ്രീമിയം സെറ്റാണ്. 2400 ആണ് റേറ്റ് വരുന്നത്. ബ്ലാക്കാണ് ബോട്ടം പേര് ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ഇപ്പോൾ ഈ വലിയ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു കഫ്താനൊക്കെ ചെയ്യാം. ഇപ്പോൾ കഫ്താൻ ട്രെൻഡിങ് ആയതുകൊണ്ട് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ 2-3 സെറ്റ്സ് എനിക്കുണ്ട്. നല്ല കംഫർട്ടബിളാണ്. ഇങ്ങനെ ചേർന്ന് നമുക്ക് റയോൺ പോലെ തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാനൊരു റാൻഡം കുറച്ച് പിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ബാക്കി ഫോട്ടോസ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെ തന്നെ സൈറ്റ് ബുക്ക് ചെയ്യുക. അടിപൊളി ആയിട്ടാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ഇടാനും ഭയങ്കര ക്ലാസി ആയിട്ടുള്ള സെറ്റാണ് കേട്ടോ. നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് പ്രിൻറ്റ് കണ്ടോ, അതായത് ഇതുപോലെ ഈ ഇതിൻ്റെ ഫ്ലോ കണ്ടോ, ആ ഒരു ഫ്ലോയിൽ കിടക്കുന്ന കാണുമ്പോൾ തന്നെ അറിയില്ല അത്രയ്ക്ക് കംഫർട്ടബിൾ ആണെന്ന്. ഇതാ ഇതിൻ്റെ ബോർഡേഴ്സ് വന്നെങ്കിൽ ഇതിൻ്റെ സാരിയും ഉണ്ട് കേട്ടോ. സാരി നമ്മൾ വീഡിയോ ചെയ്യും. സാരിയൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ്, നല്ല സുഖമായിട്ട് വേറെ ദുപ്പട്ട ഇതുപോലെ നല്ല ലെങ്ത്തും വിഡ്ത്തിലുമാണ് കേട്ടോ ഈ ദുപ്പട്ട വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ടോപ്പ് ചെയ്യുന്നവർക്ക് ടോപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ, കാരണം അത്രയ്ക്ക് നല്ല ലെങ്ത്തും വിഡ്ത്തും ഉണ്ട്. അല്ലെങ്കിൽ ഒരു കഫ്താൻ ചെയ്യണമെങ്കിൽ കഫ്താൻ ചെയ്യാം. പക്ഷേ ഈ ഒരു റിച്ച്നെസ് ഈ ഒരു വലിയ ദുപ്പട്ട കിട്ടുമ്പോൾ തന്നെ കിട്ടുന്ന റിച്ച്നെസ് ഇതിൻ്റെ കൂടെ ആ ഒരു ദുപ്പട്ട ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഫോട്ടോ ഇതുപോലെ 2400 റേറ്റ്. എല്ലാം നല്ല നല്ല പ്രിൻറ്റുകളാണ്. ബ്ലാക്കിലും മെറൂണിലോ വന്നേക്കുന്നത്. ഈ ബോർഡേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും സ്ലീവ്സിലോ അല്ലെങ്കിൽ റോൾ കോളർ വെക്കുമ്പോൾ ആ ബോർഡേഴ്സ് യൂസ് ചെയ്താലൊക്കെ നല്ലതാണ്. നല്ലൊരു കുർത്തി സ്റ്റൈലിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടും, ഇപ്പോൾ ദുപ്പട്ടയും ടോപ്പും കുർത്തി സ്റ്റൈലിൽ വേണമെങ്കിൽ അങ്ങനെയും തയ്ച്ചെടുക്കുക കേട്ടോ. ബോട്ടം സ്ട്രെയിറ്റ് പാൻറ്റ് ബ്ലാക്കോ മെറൂണോ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല. ഇത് പ്യുവർ കോട്ടൺ ആണ് ബോട്ടം. ഇതെങ്ങനെയാണ് നല്ലൊരു റിച്ച്നെസ്സാണ്, ഭയങ്കര ഒരു നല്ലൊരു ലുക്കാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ. ഇതാണ് നെക്സ്റ്റ് പ്രിൻറ്റ് വരുന്നത്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ദുപ്പട്ട കേട്ടോ. നല്ല ലെങ്ത്തും വിട്ടുമുണ്ട് ദുപ്പട്ടയ്ക്ക്. ബോട്ടം വന്നിരിക്കുന്നത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. കോൺട്രാസ്റ്റ് കോമ്പിനേഷനിലാണ് ബ്ലാക്കും മെറൂണും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് വെച്ചേക്കുന്നത്. ഇത് നെക്സ്റ്റ് പ്രിൻറ്റ്. നല്ല ലെങ്ത്തും വിട്ടുമുണ്ട്. ഇപ്പോൾ 46 or 48 ഉള്ളവർക്കൊക്കെ ഇത് തയ്ച്ചെടുക്കാം. നല്ലപോലെ നീളവും വീതിയും ഉള്ള ഫാബ്രിക്കാണ്. ഓപ്പൺ ചെയ്യും. ഇതുപോലെ കേട്ടോ. കുറച്ച് ടഫാണ് ഇത് ദുപ്പട്ട ഓപ്പൺ ചെയ്യേണ്ടത്. നല്ല രസമുള്ള ദുപ്പട്ട. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സെറ്റാണ്. നെക്സ്റ്റ് പ്രിൻറ്റ് വരുന്നത് ഇതുപോലെ. ഇപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്യുക. www.glitzindia.com ആണ് സൈറ്റ് ഐ ഡി. പിന്നെ നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കസ്റ്റമർ നോട്ടിലൊന്ന് മെൻഷൻ ചെയ്താൽ മതി സ്റ്റിച്ചിങ് നീഡതെന്ന്. ഇവിടുന്ന് കോൺടാക്ട് ചെയ്തുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ തയ്ക്കുമ്പോൾ നോർമൽ ലൈനിങ് ഇട്ടിട്ട്, കോട്ടൺ ലൈനിങ് ഇട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഈ ബോർഡേഴ്സൊക്കെ യൂസ് ചെയ്യുക. ബോർഡേഴ്സൊന്നും കട്ട് ചെയ്ത് കളയരുത്. നല്ല ഭംഗിയാണ് ബോർഡേഴ്സ് കാണാൻ. ദുപ്പട്ട ഇതുപോലെ ബ്യൂട്ടിഫുൾ ദുപ്പട്ട. നല്ല ലെങ്ത്തും വിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ പ്ലെയിൻ ആണ് കേട്ടോ. നല്ല നല്ല പ്രിൻറ്റുകളെല്ലാം ഞാൻ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഓരോന്നും ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സൈറ്റ് തന്നെ പർച്ചേസ് ചെയ്യുക. എല്ലാം ബ്യൂട്ടിഫുൾ പ്രിൻറ്റുകളാണ്. നല്ല ലെങ്ത്തും വിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. ഇതുപോലെ ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹാഫ് സാരി ആയിട്ട് വേണമെങ്കിൽ ഈ ദുപ്പട്ട യൂസ് ചെയ്യാം കേട്ടോ. നല്ലൊരു ബ്ലാക്ക് സ്കേർട്ടും ബ്ലാക്ക് ബ്ലൗസും ഇട്ടിട്ട് ഇത് ഹാഫ് സാരി ആയിട്ട് വേണമെങ്കിൽ ഉടുത്താൽ ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ ഇടാനും ഒക്കെ അല്ലേ. നിങ്ങൾക്കൊരു ഫംഗ്ഷനൊക്കെ അങ്ങനെ വെയർ ചെയ്യാനും ഒക്കെ ബെസ്റ്റാണ് കേട്ടോ. ഈ ദുപ്പട്ട നല്ല ലെങ്തിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാൻ പറ്റും. ഇങ്ങനെയാണ് ബോട്ടം. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീൻ വിത്ത് അവർ വീഡിയോ. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ
താഴെ കാണിക്കുന്നുണ്ടാവും 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുട്ടിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുട്ടിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ, ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.